ഈ മഹനീയ സദസ്സിന് എൻ്റെ നമസ്കാരം. മോസ്റ്റ് റെസ്പെക്റ്റഡ് ഗവർണർ ഓഫ് കേരള ആൻഡ് ദി ചാൻസലർ ഓഫ് ആൾ യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള, ഓണറബിൾ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജി, സ്വാഗതം പറഞ്ഞ മഹാപണ്ഡിതനായ സ്വാമി നന്ദാത്മജാനന്ദ, ഈ മഹനീയ ഗ്രന്ഥത്തിൻ്റെ രചയിതാവും മഹാപണ്ഡിതനുമായ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി അവർകളെ, നന്ദി പറയുവാൻ പോകുന്ന ശ്രീ AV നാരായണൻ ശർമ്മ, ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ മഹാസദസ്സിൽ ഇവിടെ സനാതന ധർമ്മത്തെക്കുറിച്ചൊക്കെ പറയാൻ ഞാൻ ആരാണ് എന്നാണ് എൻ്റെ വലിയൊരു സംശയം. ബഹുമാനപ്പെട്ട ഗവർണർ നന്ദാത്മജാനന്ദ സ്വാമിജി, എങ്കിലും ഇതൊക്കെ ചില ഭാഗ്യങ്ങളാണ്, അതൊരു എൻ്റെ പുണ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനവസരം നൽകിയ എല്ലാവരോടും എൻ്റെ കൃതജ്ഞത ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. സനാതന സുധയുമായി അനുബന്ധിച്ചിട്ടുള്ള 9ാമത്തെ വിജ്ഞാന സദസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഒരുപാട് നന്മകൾ ചേർന്ന ആളുകളുടെ ഒരു സംഘാടനമാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ ഇതിൻ്റെ കൂടെയുണ്ട്, സനാതന സ്കൂൾ ഓഫ് ലൈഫ് മൂവാറ്റുപുഴയുണ്ട്, ഇവിടെ ഗീതാ പ്രചാരണ സമിതി പത്തനംതിട്ടയുണ്ട്, പ്രസരം സംസ്കൃത സമാജമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ മഹാസമ്മേളനം ഇവിടെ നടത്തുന്നത്. ഈ ഈ ഒരു പുസ്തകം 876 പേജുള്ള പുസ്തകം, അദ്ദേഹം പറഞ്ഞതുപോലെ അത് 51 ചാപ്റ്ററായിട്ട്, അതിൽ കുറേ ചാപ്റ്ററിലൂടെ കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞു. ഒരു മഹാപ്രപഞ്ചത്തെ മുഴുവൻ ഒരു ചെറിയ കുപ്പിയിൽ അടച്ചു വെച്ചതുപോലെ അതൊന്ന് തുറക്കുമ്പോൾ അതിൽ നിന്ന് സൗരഭ്യമാണ് വരുന്നത്. നമുക്ക് ഓരോ കാര്യവും അതിനകത്ത്, ഞാൻ കുറേ കാര്യങ്ങൾ ഞാനതിനകത്ത് വായിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും വളരെ വളരെ ക്ലാരിറ്റിയോടുകൂടി ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, വായിച്ചപ്പോൾ എനിക്കും മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ക്ലാരിറ്റി വളരെ വളരെ അധികമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉപനിഷത്തുകളെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഉപനിഷത്തിലെ 2 ശ്ലോകങ്ങൾ എന്നോടധികം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സർവേ ഭവന്തു സുഖിന, സർവേ സന്ത് നിരാമയ. സർവേ ഭവന്തു സുഖിന എന്ന് പറയുന്ന ശ്ലോകം ഞാൻ വൈസ് ചാൻസലറായിരിക്കുന്ന ആരോഗ്യ സർവകലാശാലയുടെ എംബ്ലത്തിൽ അച്ചടിച്ചു വച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പാസ്സായി വരുന്ന സകലമാന ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ഒക്കെ സർട്ടിഫിക്കറ്റിൽ സർവേ ഭവന്തു സുഖിന എന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു യൂണിവേഴ്സിറ്റിയുടെ വിഷൻ മിഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാവർക്കും സുഖം സംഭവിക്കട്ടെ എന്ന് 5000 കൊല്ലം മുമ്പ് പറഞ്ഞതുകൊണ്ട് അത് പഴയതാകുന്നില്ലല്ലോ, നിത്യനൂതനമാണത്. അതുകൊണ്ട് തന്നെയാണ് ഉപനിഷത്തുകൾ നിത്യനൂതനമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വരി സർവേ സന്ത് നിരാമയ എന്നത് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, അതൊരു വേറൊരു സ്ഥലത്ത് അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം 2020 ആണ്ടിൽ ഇവിടെ കോവിഡ് വന്നു, നമ്മൾ ലോക്ക്ഡൗണിലോട്ട് പോയി, 100 കണക്കിന് ആളുകൾ മരിച്ചു വീണു. നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റിയില്ല. ഭാരതം ഉണരുകയും 220 കോടി ഡോസ് കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും കൊടുക്കുകയും 200 രാജ്യങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പെട്ടിയുടെ പുറത്ത് അച്ചടിച്ചു വെച്ച ശ്ലോകമാണ് സർവേ സന്ത് നിരാമയ. സർവേ സന്ത് നിരാമയ എന്ന ശ്ലോകം അച്ചടിച്ചിട്ടാണ് ഈ വാക്സിൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നമ്മൾ കൊടുത്തതും. അതൊരു രാജ്യത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. എല്ലാവരും ലെറ്റ് എവരിബഡി ബി ഡിസീസ് ഫ്രീ, എല്ലാവരും സുഖം സംഭവിക്കട്ടെ എന്ന്. ഇന്ന് നമ്മളാരും മാസ്ക് ധരിക്കുന്നില്ലല്ലോ. ഒരു രാജ്യത്തിൻ്റെ പ്രാർത്ഥന എങ്ങനെ ഫലപ്രദമായി എന്ന് നമ്മൾ കണ്ടല്ലോ. നിത്യനൂതനമാണ് ഈ ചിന്തകൾ. കോവിഡ് വന്നപ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞു, നമ്മൾ
വൺ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കണം. ഏക ആരോഗ്യം. ഏക ആരോഗ്യം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം, മനുഷ്യൻ്റെ ആരോഗ്യം അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല. അത് മൃഗത്തിൻ്റെയും പക്ഷികളുടെയും ചെടികളുടെയും പുഴയുടെയും ആരോഗ്യത്തോടു കൂടി ചേർന്നതാണ് എന്ന് പറഞ്ഞു. അത് പറയാൻ കാരണവുമുണ്ട്. വുഹാനിൽ ഏതോ വവ്വാലിന് എന്തോ ഒരു പ്രശ്നമുണ്ടായി. ഇവിടെ തൃശ്ശൂരിൽ കോവിഡ് വന്ന ആളുകൾ മരിച്ചു. വുഹാനിൽ വവ്വാലിന് ഇല്ലായിരുന്നുവെങ്കിൽ തൃശ്ശൂർ ആൾ മരിക്കില്ലായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം, എന്തുമാത്രം നമ്മൾ കണക്റ്റഡാണ് എന്ന്. അത് ലോകാരോഗ്യ സംഘടന തിരിച്ചറിഞ്ഞിട്ടാണ് വൺ ഹെൽത്ത് എന്ന് പറയുന്നത്. നവംബർ 3-ാം തീയതി ലോകമെമ്പാടും വൺ ഹെൽത്ത് ഡേ ആചരിക്കണമെന്ന് പറയുന്നുമുണ്ടവർ. പക്ഷേ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ നമ്മൾ പറഞ്ഞതല്ലേ വസുധൈവ കുടുംബകം എന്ന്. ദ ഹോൾ എർത്ത് ഈസ് എ ഫാമിലി. ഈ വവ്വാലും എൻ്റെ കുടുംബമാണ്. ഈ മരങ്ങളും സസ്യങ്ങളും ഈ കാടും എല്ലാം എൻ്റെ കുടുംബമാണ് എന്ന് പറഞ്ഞതെങ്ങനെയാണ് പഴയതാവുക? അത് നിത്യനൂതനമല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ഈ സനാതന ചിന്തകൾ കാലികമാണ്, കാലപ്രസക്തിയുള്ളതാണ് എന്ന് നമ്മൾ ഉറക്കെ പറയുന്നത്. അതിനെ ഈ വൺ ഹെൽത്ത് ഡേ നമുക്ക് വേണമെങ്കിൽ വസുദൈവ കുടുംബക ദിനം ആയി ആചരിക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടത് എന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കുവാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഓർക്കുന്നില്ല, അറിയുന്നില്ല എന്നാണ്. അതുപോലെ ഇപ്പോൾ ഈ ഉപനിഷത്തിലുമൊക്കെ പറയുന്നുണ്ട്, ഞാനും നിങ്ങളും എല്ലാം ഒന്നാണ്, വ്യത്യാസമില്ല എന്നൊക്കെ. ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ തന്മാത്രകളുടെ വെറുമൊരു കൂടാരം മാത്രമാണ്. മോളിക്യൂൾസ്. ഐ ആം മെയ്ഡ് ഓഫ് മോളിക്യൂൾസ്, ഐ ആം മെയ്ഡ് ഓഫ് ആറ്റംസ്, ഐ ആം മെയ്ഡ് ഓഫ് ഇലക്ട്രോൺസ്, ഐ ആം മെയ്ഡ് ഓഫ് പ്രോട്ടോൺസ്. ആൻഡ് ഹൂ ആർ യു? യു ആർ ആൾസോ മെയ്ഡ് ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺ. അപ്പം നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാകുന്നത്? അത് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പേ ഇലക്ട്രോണും പ്രോട്ടോണിനെ കുറിച്ച് വന്നവർ അറിഞ്ഞിരുന്നോ നമുക്കറിയില്ല. കണാദൻ ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും എല്ലാം ഒന്നാണ് എന്ന് പറയുന്നൊരു ചിന്ത, അതിൻ്റെ ഒരു ഡെപ്ത്, അതിൻ്റെ ആധുനികോത്തരം നമ്മൾ തിരിച്ചറിയണ്ടേ? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മഹാഗ്രന്ഥങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കൊരു ഞാൻ റേഡിയോളജിസ്റ്റാണ് കേട്ടോ. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനൊക്കെ ചെയ്ത് രോഗം നിർണ്ണയിക്കുന്ന ഒരാളാണ്. കാർഡിയോളജിസ്റ്റ് ഉണ്ട്, മൂക്കിനുണ്ട്, കണ്ണിനുണ്ട്, പലതിലും പല പല സ്പെഷ്യലിസ്റ്റുകളുണ്ട്. പക്ഷേ പണ്ട് തൊട്ടേ നമ്മുടെ ഉപനിഷത്തുകളിലും അതിൽ നിന്ന് ഉരുത്തിരിച്ചു വന്ന ആയുർവേദത്തിലും പറയുന്നത് നമ്മൾ മനുഷ്യനെ സമഗ്രമായി കാണണമെന്നുള്ളതാണ്. ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ്. ഇന്ന് പുതിയ വൈദ്യശാസ്ത്രവും പറയുന്നത് യു കനോട്ട് ബി എ ഓർഗൻ സ്പെസിഫിക്. ഓർഗൻ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. നൗ യു ഹാവ് ടു ഗോ ടു ഹ്യൂമൻ സ്പെസിഫിക്, ഹോളിസ്റ്റിക് ആയിട്ടുള്ള സമഗ്രമായ. അതുമൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പണ്ടേ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു വീമ്പ് കാണിക്കാനൊന്നുമല്ല, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ ബോഡി മൈൻഡ് കണക്റ്റ്. ഈ മൈൻഡിൻ്റെ പ്രസക്തി, മനസ്സിൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം വളരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ദ ബോഡി മൈൻഡ് കണക്റ്റ് അത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എനിക്ക് രോഗം വരണ്ട എന്ന അതിശക്തമായ വിചാരം എനിക്കുണ്ടെങ്കിൽ അത് വരാതിരിക്കും. അതേസമയം തന്നെ എനിക്ക് എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടരെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വരികയും ചെയ്യും. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബോഡി മൈൻഡ് കണക്റ്റിനെക്കുറിച്ച് നമ്മുടെ
ഉപനിഷത്തുകൾ വളരെ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ രോഗമേതാണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതൊരു നല്ല പറയാൻ നല്ല സ്റ്റൈലുണ്ടെങ്കിലും അത് അത്ര സുഖമല്ല. കാരണം ആളുകൾ മരിച്ചു വീഴുകയാണ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ജീവിതചര്യ രോഗം. അതിൻ്റെ അർത്ഥം എന്താണ്? കൃത്യമായി ജീവിതചര്യ പാലിക്കാത്തത് കൊണ്ടുള്ള രോഗം. അപ്പോൾ ജീവിതചര്യ എന്താണ്? ജീവിതചര്യയെക്കുറിച്ച് വളരെ വിശദമായി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വച്ചിട്ടുണ്ട്. നമ്മളത് വായിക്കാറുമില്ല. ഇങ്ങനൊരു പുസ്തകം വിശ്വനാഥൻ നമ്പൂതിരി എഴുതിയിട്ടുമില്ല. അതൊക്കെ കൊണ്ട് നമ്മളതിനെക്കുറിച്ചൊന്നും അറിയാനും പോകുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു, ഒരു വളരെ വളരെ നിസ്സാരമാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആകെ 3 കാര്യങ്ങളെ ഈ ജീവിതചര്യയിൽ പറയുന്നുള്ളൂ. മിതമായ ഭക്ഷണം, കൃത്യമായ വ്യായാമം, നല്ല ഉറക്കം. മിനിമം 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം ആരോഗ്യമുള്ള ഏതൊരാളും. ഇന്ന് നമ്മളെന്താ ചെയ്യുന്നത്? നൈറ്റ് ലൈഫ് പ്രൊമോട്ട് ചെയ്യാണ്. തിരുവനന്തപുരത്ത് ചില തെരുവുകളൊക്കെ 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുകയാണ് നൈറ്റ് ലൈഫ് പ്രൊമോട്ട് ചെയ്യാൻ. ഇതിനേക്കാളും ഗുരുതരമായ തെറ്റ് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു സമൂഹം വളരെയധികം സന്തോഷകരമായ കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട് വിജ്ഞാനം നമുക്കുണ്ട്. ലോകത്ത് എല്ലാ സംസ്കാരങ്ങൾക്കും അവരുടേതായ വിജ്ഞാനങ്ങളുണ്ട്. എല്ലാ ഇസങ്ങൾക്കും അവരുടേതായ ഫിലോസഫി ഉണ്ട്, ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിൽ എത്ര എണ്ണം ഇപ്പോഴുണ്ട്? എത്ര എണ്ണം നിലനിൽക്കുന്നുണ്ട്? ചിലത് വരുന്നു, അത് സോപ്പ് കുമിള പോലെ പോകുന്നു, അത് മറ്റൊന്നാകുന്നു. അതിനിടയിൽ കുറേ ആളുകളെ നശിപ്പിക്കുന്നു, കൊല്ലുന്നു. ആരെയും കൊല്ലാതെ, ആരെയും നശിപ്പിക്കാതെ, എന്തിനേയും സഹിച്ചും എന്നാൽ തകരാതെയും, എന്തിനേയും സഹിച്ചും എന്നിട്ടും ഒരിക്കലും തകരാതെയും. അതുകൊണ്ടാണല്ലോ സനാതനധർമ്മം എന്ന് നമ്മൾ പറയുന്നത്. ആ ധർമ്മത്തിൻ്റെ ഉടമസ്ഥർ എന്ന നിലയിൽ നമുക്ക് എന്നും അഭിമാനിക്കാം. പക്ഷേ അഭിമാനം കൊണ്ട് കാര്യമൊന്നുമില്ല. അത് പ്രവർത്തിക്കണം, അത് പഠിക്കണം, അതറിയണം. അതിന് വേണ്ട ഏറ്റവും മനോഹരമായ പുസ്തകം രചിച്ച ബഹുമാനപ്പെട്ട വിശ്വനാഥൻ നമ്പൂതിരി അവർകളെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.